ടാറ്റ സൺസിലെ പ്രധാന ഓഹരി ഉടമകളായ ടാറ്റ ട്രസ്റ്റിനുള്ളിലെ ഭിന്നത രാജ്യമെമ്പാടും വലിയ ചർച്ചയായിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു കമ്പനിയിലെ അസ്ഥിരത തടയാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുവെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടാറ്റ ഗ്രൂപ്പിലെ പ്രധാനികൾ ചർച്ച നടത്തി. ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റയും ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനും ടാറ്റ ട്രസ്റ്റ് വൈസ് ചെയർമാൻ വേണു ശ്രീനിവാസനും ട്രസ്റ്റി ഡാരിയസ് ഖമ്പട്ടിയുമാണ് അമിത്ഷായുടെ വസതിയിൽ ചർച്ചകൾക്കായി എത്തിയത്. ധനമന്ത്രി നിർമ്മല സീതാരാമനും യോഗത്തിൽ പങ്കെടുത്തു. $180 ബില്യൺ മൂല്യമുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന വിഷയങ്ങളായ ബോർഡ് നിയമനങ്ങളെയും ഭരണഘടനകളെയും ചൊല്ലിയാണ് ട്രസ്റ്റുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നത. 4 ട്രസ്റ്റുകളുടെ ഗ്രൂപ്പിലെ അട്ടിമറി ശ്രമത്തിൽ സർക്കാരിന് നിശബ്ദരായ കാഴ്ചക്കാരാകാൻ കഴിയില്ലെന്ന് ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ടാറ്റ ട്രസ്റ്റുകൾക്കുള്ളിലെ വിള്ളൽ വർദ്ധിച്ചു വരുന്നതായും തടയാൻ ആവശ്യമെങ്കിൽ ഇടപെടാൻ തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചതായി അവർ പറഞ്ഞു. കേന്ദ്രം വിഷയം പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട് എന്നും സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNBC റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ ഉദ്യോഗസ്ഥർ ഇരുവിഭാഗങ്ങളുമായി ചർച്ചകൾ തുടരുമ്പോൾ തന്നെ ടാറ്റ ട്രസ്റ്റ് ബോർഡ് ഒക്ടോബർ 10-ന് യോഗം ചേരുകയാണ്. വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ തർക്കം ടാറ്റ സൺസിന്റെ പ്രവർത്തനത്തിലേക്ക് വ്യാപിക്കുമെന്നും ആശങ്കയുണ്ട്. കമ്പനിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ബോർഡ് നിയമനങ്ങളെയും നിയന്ത്രണ സംവിധാനങ്ങളെയും ചൊല്ലിയുള്ള ഉൾപോരിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം നടക്കുന്നതെന്നാണ് പ്രത്യേകത. 4 ട്രസ്റ്റികൾ ഡാരിയസ് ഖമ്പട്ട, ജഹാംഗീർ HC ജഹാംഗീർ, പ്രിമിത് ജാവേരി, മെഹ്ലി മിസ്ട്രി എന്നിവർ ഒരു സൂപ്പർ ബോർഡായി പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം. ഇവർ നോയൽ ടാറ്റയുടെ അധികാരത്തെ ദുർബലപ്പെടുത്തുകയും ട്രസ്റ്റുകൾക്കുള്ളിൽ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. 30 ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 400ഓളം കമ്പനികളുള്ള 156 വർഷം പഴക്കമുള്ള ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിനെയും ഇത് ബാധിക്കുമെന്നതിനാലാണ് സർക്കാർ അടിയന്തരമായി ഇടപെടുന്നത്. നോയൽ ടാറ്റ ചെയർമാനായ ടാറ്റ ഇന്റർനാഷണലിലേക്ക് ടാറ്റ സൺസ് നടത്തിയ ഓഹരി പങ്കാളിത്തമാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. ടാറ്റ ഇന്റർനാഷണലിന്റെ നഷ്ടം മറികടക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു 1000 കോടി രൂപയുടെ നിക്ഷേപം. ഒടുവിൽ ഈ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിലും ട്രസ്റ്റുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി. ടാറ്റ സൺസിൽ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം സൃഷ്ടിക്കാനുള്ള നോയൽ ടാറ്റയുടെ നിർദ്ദേശത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നുവന്നു. ചില ട്രസ്റ്റുകൾ ഇതിനെ എതിർത്തതായും റിപ്പോർട്ടുണ്ട്. ഇതിന് വിപരീതമായി മറ്റ് ട്രസ്റ്റുകൾ ടാറ്റ സൺസ് ബോർഡിലേക്ക് മെഹ്ലി മിസ്ട്രിയെ നിയമിക്കാൻ ശ്രമിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ നോയൽ ടാറ്റയും സഖ്യകക്ഷികളും ഈ ആശയത്തെ എതിർത്തു. ഇതാണ് തർക്കത്തിന് കാരണമായത്. അതേസമയം ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകനും ഇന്ത്യൻ ബിസിനസ് രംഗത്തെ വിനയവും ധാർമ്മികതയും ദർശനവും കൊണ്ട് പുനർനിർവചിച്ച രത്തൻ ടാറ്റ വിട വാങ്ങിയിട്ട് 1 വർഷം തികയുകയാണ്. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഒരു സുപ്രധാന വഴിത്തിരിവിലാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും ഗ്രൂപ്പിൽ രത്തൻ ടാറ്റയുടെ സ്വാധീനം പ്രകടമായി തുടരുന്നു. അതിനിടയിലാണ് ടാറ്റ ട്രസ്റ്റിനുള്ളിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ, ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റ എന്നിവരുൾപ്പെടെയുള്ള രത്തൻ ടാറ്റയുടെ ശിഷ്യന്മാർ ഭിന്നത പരിഹരിച്ച് ഗ്രൂപ്പിനെ കൂടുതൽ ഉയരത്തിലെത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. അതേസമയം ടാറ്റ ഗ്രൂപ്പിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും മുന്നോട്ടു പോകുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പുതിയ നിർമ്മാണ ജോലികൾ നടത്തുമെന്നാണ് പുതിയ പ്രഖ്യാപനം. ടാറ്റ സൺസ് ചെയർമാനായ ചന്ദ്രശേഖരനാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യവസായങ്ങളായ സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററികൾ, സോളാർ ഉപകരണങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ ഇതിനകം തന്നെ ഇവ പ്രവർത്തനം തുടങ്ങിയതായാണ് വിവരം. ടാറ്റ ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനം ഉൽപാദനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. റീറ്റെയിൽ, ടെക്നോളജി സർവീസസ്, വ്യോമയാനം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലും അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. ഗ്രൂപ്പിന്റെ പ്രധാന സ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് 2024 സാമ്പത്തിക വർഷത്തിൽ
43,000 കോടി രൂപയിലധികം ലാഭവുമായി തുടരുന്നു. ഡിജിറ്റൽ പരിവർത്തനം, ക്ലൗഡ് സേവനങ്ങൾ, AI അധിഷ്ഠിത അനലിറ്റിക്സ് എന്നിവയിലെ അതിന്റെ നേതൃത്വവും കമ്പനിയുടെ പുതിയ സംരംഭങ്ങൾക്ക് ഇന്ധനം നൽകുന്നതാണ്. റീറ്റെയിൽ മേഖലയിൽ നോയൽ ടാറ്റയുടെ നേതൃത്വത്തിൽ ട്രെൻഡ് 700-ലധികം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ മൾട്ടി ഫോർമാറ്റ് കളിക്കാരിൽ ഒന്നായി മാറി. എന്നിരുന്നാലും ഗ്രൂപ്പ് പുറത്തേക്ക് വികസിക്കുമ്പോഴും ട്രസ്റ്റുകൾക്കുള്ളിൽ ആന്തരിക പ്രക്ഷുബ്ധത ഉയർന്നു വന്നത് ഭരണത്തിന് പേരുകേട്ട ഒരു ഗ്രൂപ്പിലെ അപൂർവ പ്രതിഭാസമാണ്.